സമ്മു ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഇങ്ങോട്ടേക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ നിവർത്തുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് നടുവിൽ നിന്നൊരു ലൈന് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. മനസ്സിലായി? നമ്മൾ ഈ ഒരു എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതേപോലെ തന്നെ ഇപ്പുറത്തും നമുക്ക് അതേപോലെ തന്നെ മടക്കി കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മളിങ്ങനെ രണ്ട് ഇത് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെയും അതേപോലെ തന്നെ ചെയ്യുക. അതായത് ഇവിടെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഇവിടെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. പിന്നെ ഇതെടുത്ത് നമുക്ക് ഇവിടെ മടക്കി കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം. മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം. ആരും ഈ ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കരുത്. ഇനി ഇത് തിരിച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ കണ്ടോ ഗൈസ്. ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്കിങ്ങനെ നേരെ വെച്ചിട്ട് ഈ ഒരു മോൾ ഭാഗം കണ്ടോ, ഈ ഒരു മോൾ ഭാഗം നമുക്കിത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. താഴേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പുറത്ത് കൂടെ അതേപോലെ തന്നെ അപ്പുറത്തും നമ്മൾ ഫോൾഡ് ചെയ്ത്. ഇനി നമുക്ക് ഇങ്ങനെ തത്തിച്ച് കൊടുക്കാം, ഹോൾഡ് ചെയ്യാം. ഗൈസ്, ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഗൈസ്, അപ്പം ഇനി നമുക്ക് ഇപ്പം ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി അത് തിരിക്കുമ്പം നമുക്കിങ്ങനെ ഒരു ഫ്രീ പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ആളുടെ പേര് എഴുതിയിട്ട് കുറച്ച് തോട്ട്സ് വേണം എഴുതാം, അങ്ങനെ എഴുതാം. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഒത്തിരി ഡെക്കറേഷൻസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. നമുക്കിങ്ങനെ ചുമ്മാ ഒരു എന്താ പറയുക ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ സൈഡിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ച ഗൈസ്, അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു 3 ബലൂൺ വരച്ചു കൊടുക്കാമെന്നാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് നമുക്ക് ചെയ്യാം അല്ലേ? അതെ, നമുക്ക് എന്ത് വേണേലും ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ആരെങ്കിലും വെഡിങ് ആനിവേഴ്സറിക്ക് ചെയ്യാം, ബർത്ത്ഡേക്കൊക്കെ ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബലൂണ്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെയും ചെയ്ത് കൊടുക്കാം. ഗൈസ്, അതേപോലെ തന്നെ ഇവിടെയും. ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ 3 വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ, പിന്നെ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബലൂണ്ട് പോലെയൊക്കെ കിട്ടി. ഗൈസ്, അപ്പം 3 വള്ളി ഇങ്ങനെ ചേർത്തിട്ടുള്ള ഗൈസ്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചേക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ആളുടെ പേര് എഴുതാം. നിങ്ങളുടെ ആളുടെ പേര് നിങ്ങൾ കണ്ടോ? ഞങ്ങളുടെ ആളുടെ പേര് എഴുതാൻ പോകുന്ന ആളുടെ പേര് കണ്ടോ നിങ്ങൾ? ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ
കോറോണേഷൻ തിയേറ്ററിനടുത്തായിരുന്നു ഞങ്ങളുടെ കളിസ്ഥലം. സിനിമ എന്നാൽ എല്ലാവരും ഫ്രണ്ടാണ്. തിയേറ്ററിൽ അധികവും തമിഴ് നാടകങ്ങൾ പലതും കാണാൻ ശ്രമിച്ചു. ജെനി എൻ്റെ കൂട്ടുകാരിയാണ്. ജെനീഫർ എന്നാണ് ഫുൾ ഫോം. അപ്പം ഇനി മുറിയിൽ കളിച്ചു ഞാൻ ഒരു ചെറിയൊരു തോട്ട് എഴുതാമെന്ന് വിചാരിച്ച്. മേ each and every moment തോന്നൊക്കെ കേട്ടോ. every moment of your special day. ഓക്കെ മതി. ഇനി കുറച്ച് ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പം നമുക്ക് ചുമ്മാ ഒരു ഹെഡ് വായിച്ചു രണ്ടിടത്തും ഇങ്ങനെ വരിക്കും ഗീസ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പെൻസിൽ ഡ്രോയിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗീസ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും. നമ്മളിത് ഇപ്പം ഇങ്ങനെ കാണും. ഇനി കുറച്ച് ഞാൻ ഒരുമാതിരി സ്റ്റാർ പോലെ രണ്ടറ്റത്ത് ആ ബലൂണിനകത്തൊരു സ്റ്റാർ ആയിരിക്കും. ഇതുപോലെയല്ല, മറ്റേ സ്റ്റാർ. ബലൂണിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ വാട്ട് ഡൂയിങ് ഗൈസ് ബലൂണൊക്കെ ഒരു ഗ്ലേസിങ് കാണത്തില്ല, അതാണിത്. അതാണെന്നാണ് തോന്നുന്നത്. അതാണെന്നൊന്നും പറയത്തില്ല. അമ്മ മറ്റേ സ്റ്റാർ വരയ്ക്കും അവിടെ. വേണ്ട, ഇവിടെ എനിക്ക് ഗോഡ് ബ്ലെസ് യു എന്ന് കൊടുക്കാം. അപ്പൊ ഇത്രയല്ലേ, ഇനിയുണ്ട് കുറച്ച് പരിപാടി. ഇനി കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇത് ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇങ്ങോട്ടൊന്ന് മടക്കുക ആദ്യം. ഓക്കെ, ഇങ്ങോട്ടൊന്ന് ആദ്യം മടക്കിയിട്ട് ഇത് നമ്മൾ ഇങ്ങോട്ടൊന്ന് മടക്കുക. ഓക്കെ, ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ മോളത്തെ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇത് ഈ പൊങ്ങിരിക്കുന്ന ഐറ്റം ഇല്ലേ, അത് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുക കേട്ടോ. അയ്യോ, അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടോ, ഇത് നമുക്ക് ഇതിൻ്റെ കാണാൻ പറ്റുമോ, ഇവിടെ നിന്ന് എടുത്ത് ഈ ഒരു ഹോളിനകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇത് അയ്യോ ഇങ്ങനെ തന്നെയാണ് കയറ്റി വെച്ച് അപ്പോൾ സെറ്റായി. ഇതൊക്കെ ഞാൻ ഒന്ന് വൃത്തി വെച്ച് കൊടുക്കട്ടെ ഗൈസ്. ഓക്കെ ഏകദേശമൊക്കെ സെറ്റായി. ഇനി നമ്മൾ ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പുള്ള് ചെയ്യുമ്പം അതിങ്ങനെ തുറന്നു വരും അങ്ങനെ. അപ്പോൾ അത് കാണുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇവിടെ സൈഡിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ജെനി വേണ്ട, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ മറ്റേ സ്റ്റാർ വരയ്ക്കുന്നില്ല. ഇല്ല, അതിവിടെ രണ്ടെണ്ണം വരയ്ക്ക്. ഇങ്ങോട്ട് കയറ്റി വെക്കുന്നു. ഒരുമാതിരിയൊക്കെ ആയി വരുന്നു കേസ്. ഒരു പെൻസിൽ ഡ്രോയിങ് ആണിത്. ഞാൻ ഒത്തിരി കളർഫുൾ ആക്കാൻ നോക്കുന്നില്ല.
നിങ്ങക്ക് കളറൊക്കെ സ്കെച്ച് വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങക്ക് നല്ലത് അല്ലേ? ഞാനിങ്ങനെ ചുമ്മാ ഒരു പെൻസിൽ ഡ്രോയിങ് ആണ് ഇത് നമ്മള് സ്കെച്ച് ഒന്നും എടുത്ത് വെറുതെ ഗൈസ്. അപ്പം ഇനി നമുക്ക് പുള്ളെന്ന് ഒന്ന് എഴുതി കൊടുക്കാം. പുൾ. ഇനി ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് പുള്ളന്നൊരു സിഗ്നൽ കൊടുക്കണ്ടേ? അല്ലേ കീറിയെല്ലാം കിട്ടും. കുറച്ചും കൂടെ ഡെക്കറേഷൻ. പുറത്ത് മറ്റേ സ്റ്റാർ വരച്ച് കൊടുത്തു. അതെ, സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, വേണേൽ തുറന്ന് കാണിക്കാം. ഗൈസ്, അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ച് തരണമായിരുന്നു. ഇത് ഞാൻ പുള്ളി ഇത് കാണിക്കാം. പൊളിയല്ലേ? ഇതിൽ വേറെ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ചുമ്മാ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പം നമ്മൾ ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാണ്. ഇത് ഇച്ചിരി ഞാനിത് ഫുള്ള് ചെയ്ത് കാണിക്കട്ടെ. ഞാനിത് ഫുള്ള് ചെയ്ത് കാണിക്കാം. അയ്യോ പോയി. നമ്മളിത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് പുളിയിട്ട് എന്നിട്ട് ഇതിന്റെ പൊക്കത്ത് ഞങ്ങൾ കുറച്ചും കൂടെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇത് അതും കൂടെ കാണിക്കാമോ? ഇത് ഗൈസ്, അപ്പോഴത്തേ നമ്മൾ പുള്ളെന്ന് എഴുതിയ ആ ഒരു ഐറ്റം നമ്മൾ കവർ ജസ്റ്റ് ഗിഫ്റ്റ് പേപ്പറിൽ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ ചുമ്മാ ഒന്ന് കവർ ചെയ്ത് എടുത്ത ഒരു ഐറ്റമാണ് ഗൈസ്. അപ്പം ഇത് ചുമ്മാ നമുക്ക് ചുമ്മാ ഒരു എന്താ പറയാ, ചുമ്മാ ഈസിയാണ്. ചുമ്മാ ഇരിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഗിഫ്റ്റ് ഒക്കെ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോ. ഷെയർ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിട്ട് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോയിലായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ ബൈ. അമ്മു ടെക് സൈനിങ് അപ്പ്.